morning. We welcome you all for today's morning prayer. ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിൽ കേരളത്തിൻ്റെ 14 ജില്ലകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് അതിശക്തമായി കാസർഗോഡ് ജില്ലയിൽ ദൈവവേലയ്ക്കായി കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ മോഹൻ പി ഡേവിഡ് പാസ്റ്ററാണ്. നമ്മൾ ഒരുമിച്ച് കേരളത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വലിയൊരു ഉണർവിനെ കേരളത്തിലെ ഓരോ ജില്ലകളിലേക്കും അയക്കുമെന്ന വിശ്വാസത്തോടെ സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ എത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ഉണർവിനെ കർത്താവ് അയക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാലങ്ങേ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാലങ്ങേ വിശ്വസിക്കുന്നു ഞാനപ്പാ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. യേശു യേശു
യേശു യേശു യേശുവായിനും മതിയായവൻ, ഓ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു യേശുവായിനും വലിയവൻ, യേശു യേശു യേശുവായിനും മതിയായവൻ, യേശുവായിനും മതിയായവൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യയുടെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ നിന്നൊരു വലിയ കൃപയ്ക്കായി വീണ്ടും നന്ദി പറയുന്നു. അപ്പച്ച, ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ആ ജില്ല അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, 13,90,000 വരുന്ന അവിടുത്തെ പോപ്പുലേഷനെ അങ്ങടെ തന്നെ തരുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ അവരോടെല്ലാം അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ സുവിശേഷം എത്താത്തടുത്ത് കർത്താവെ അങ്ങ് സുവിശേഷം എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ സത്യമെന്ന് തിരിച്ചറിഞ്ഞ് ജലത്തിൽ സാക്ഷിയാകുവാൻ കർത്താവെ ദൈവമേ അവിടെ ഉള്ള ഓരോരുത്തർക്കും ദൈവമേ അങ്ങ് അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ജില്ലയിൽ അടങ്ങിയിട്ടുള്ള എൻ്റെ കർത്താവെ 128 വില്ലേജുകളെ ദൈവമേ അങ്ങടെ തന്നെ തരുന്ന കർത്താവെ, ഗ്രാമപഞ്ചായത്തുകളെയൊക്കെ അങ്ങടെ തന്നെ തരുന്ന കർത്താവെ ദൈവമേ. അവിടെ ഉള്ളവർക്കെല്ലാം, അവിടുത്തെ ഭരണാധികാരികൾക്കെല്ലാം ദൈവമേ ദൈവമേ ആ ജനത്തെ, ആ പഞ്ചായത്തുകളെയും ആ വില്ലേജിനെയൊക്കെ ഭരിപ്പാനുള്ള ഒരു കൃപ ദൈവമേ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ദൈവമേ. അതുപോലെ തന്നെ ആ ജില്ലയിൽ ഉള്ള കർത്താവെ 5 MLA-മാരെയും ദൈവമേ അവരുടെ MP-യും അങ്ങടെ തന്നെ തരുന്ന കർത്താവെ, അങ്ങയുടെ വിവേകത്താൽ കർത്താവെ അവരെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ജനങ്ങൾക്ക് എന്താവശ്യമുണ്ടോ കർത്താവെ അത് ചെയ്തു കൊടുപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. പ്രത്യേകാൽ കർത്താവെ അവിടുത്തെ ദൈവമേ അവിടുത്തെ ഹോസ്പിറ്റൽസിനെല്ലാം ദൈവമേ കർത്താവെ അങ്ങടെ തന്നെ തരുന്നു പിതാവേ. അവിടെ വർക്ക് ചെയ്യുന്ന കർത്താവെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ എല്ലാം ദൈവമേ അങ്ങടെ തന്നെ തരുന്ന കർത്താവെ. ഈ പ്രതികൂല സാഹചര്യത്തിലും ഏറ്റവും നല്ല രീതിയിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനുള്ള കൃപ അവർക്കും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ അങ്ങയുടെ വേല ചെയ്യുന്ന കർത്താവെ അങ്ങയുടെ ദാസന്മാരെ അങ്ങടെ തന്നെ തരുന്ന കർത്താവെ, അവരുടെ ശുശ്രൂഷ എല്ലാം കർത്താവെ അങ്ങ് ധന്യകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേക ആത്മാക്കളെ നേടുവാനും കർത്താവെ ദൈവമേ അനേകരെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനൊക്കെ ദൈവമേ അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ആ ജില്ലയെ ഒരിക്കൽ കൂടി അങ്ങടെ തന്നെ തരുന്ന കർത്താവെ, അവിടെ നിന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടന സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഈ മനോഹരമായ മധ്യാഹ്ന വേളയിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന പാസ്റ്റർ ബിയോടും കൂടുതൽ ഒന്നിച്ച് ഒരു നല്ല കൂട്ടായ്മ ലഭ്യമായി സന്തോഷിക്കുന്നു. അവർ ഇവിടെ വരുവാനും ഈ ദേശത്തെയൊക്കെ കാണുവാനും ഭാരതത്തോടെ പ്രാർത്ഥിക്കുവാനുള്ളൊരു നല്ല സംരംഭം തുടങ്ങിയതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. വളരെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ്. 1984 ഈ ഒരു ജില്ല തന്നെ രൂപം കൊണ്ടത്. എനിക്ക് ഇവിടെ വരുവാനിടയായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗമായിരുന്നു. എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി പഠനത്തിനായി ട്രിവാൻഡ്രത്ത് ഞാൻ പഠിക്കുമ്പോൾ, ഇവൻസ് കോളേജിൽ പഠിക്കുമ്പോൾ 68-70 പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ഭാരം എന്നോട് തന്നു.
ഓ ഈസ് അണ്ടു മീ ഇഫ് ഐ പ്രീച്ച് നോട്ട് ദ ഗോസ്പൽ. നിർബന്ധം എന്നിൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നുള്ള വചനം എൻ്റെ ഹൃദയങ്ങളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ഡിഗ്രി പഠനത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും ആ സമ്മർദ്ദം വളരെ താങ്ങാനാവാത്തതായി തീർന്നു. എന്നെ പഠിപ്പിക്കുവാനായി എൻ്റെ പിതാവ് അധ്യാപകൻ എനിക്കിവൻ ട്രാൻസ്ഫർ വാങ്ങിച്ച് വീടെടുത്ത് സെർവൻറ്റിനെ നിർത്തി അത്രമാത്രം പ്രതീക്ഷനെ പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ മാതാവ് നാട്ടിൽ അധ്യാപികയായിരുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അങ്ങനെ വളരെ പ്രതീക്ഷയോടെയാണ് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്നതെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ടു. നിന്നെ എനിക്ക് വേണം, എൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തീകരിച്ച് തുടർന്നുള്ള പഠനം വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ എനിക്കൊരു സുഹൃത്ത് ഒരു പുസ്തകം അയച്ചു തന്നു. ഞാൻ ആ പുസ്തകം വായിച്ചു. ലോകപ്രസിദ്ധനായിരിക്കുന്ന OIM-ൻ്റെ സ്ഥാപകൻ ജോർജ് വെർവറിൻ്റെ ഒരു പുസ്തകമായിരുന്നു ഹങ്കർ ഫോർ റിയാലിറ്റി എന്ന പുസ്തകം. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ആ തീവ്രമായ ദൈവീയ നിയോഗത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് എനിക്ക് തോന്നി. അതിന് അവസാനം കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കിങ്ങനെയുള്ള ഒരു വിപ്ലവകരമായൊരു ക്രിസ്ത്യജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓർഡിനറി ആയിരിക്കാൻ ആഗ്രഹിക്കാതെ കർത്താവിന് വേണ്ടി വളരെ നല്ലൊരു പോരാളിയായിട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ OIM-ൽ ചേരുക, അടുത്തുള്ള ഓഫീസിൽ ബന്ധപ്പെടുക എന്നൊരു അഡ്രസ്സ് കൊടുത്തിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ എറണാകുളത്തേക്ക് പോവുകയും അന്ന് തോമസ് ടി മത്തായി എന്ന് പറയുന്നൊരു സെഷനായ അധിവാസനായിരുന്നു സൗത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ. അദ്ദേഹത്തിന് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻ, യു ഹാവ് കം ഇൻ ദ റൈറ്റ് ടൈം. ടുമോറോ വി ആർ ഗോയിങ് ടു ഹാവ് അവർ നെക്സ്റ്റ് ബാച്ച്. വി ആർ ഗോയിങ് ടു ഹാവ് ആൻ ഓറിയൻറ്റേഷൻ കോഴ്സ് ഇൻ ആൽവേ YMCA ക്യാമ്പ് സൈറ്റ്. അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് കോൺഫറൻസ്. മോഹൻ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു ദൈവനിയോഗമായിരുന്നത്. ഞാൻ രാത്രി വീട്ടിൽ വന്ന് രാവിലെ ഒരു ബാഗ് എടുത്ത് ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ ദൈവവേലയുടെ ഏറ്റവും നിർണായകമായിരിക്കുന്ന ഒരു ചുവടുവെപ്പായിരുന്നു. ആലുവ പുഴയുടെ തീരത്തുള്ള ആ ക്യാമ്പ് സൈറ്റിൽ ഓരോ സെഷൻസും എന്നെ തല്ലി തകർക്കുകയായിരുന്നു. എൻ്റെ ജീവിതം മുഴുവനായി ഞാൻ സമർപ്പിച്ചു. കർത്താവിന് വേണ്ടി ഏതുമാകാനുള്ള സമർപ്പണത്തോടെ ഞാൻ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അവരെന്നെ കർണാടകത്തിലേക്ക് അയച്ചു. വിശ്വാസ ജീവിതം എന്നെ പഠിപ്പിച്ചു. കർണാടകത്തിൻ്റെ അനേക ഗ്രാമങ്ങളൊക്കെ കാണാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP-യിലേക്ക് അയച്ചു. അവിടെ അനേക മാസങ്ങൾ ഗ്രാമാന്തരം സഞ്ചരിക്കാനിടയായി. അന്ന് തീരെ നിയമങ്ങളില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ ഏറെക്കുറെ. അതൊക്കെ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. വിശ്വാസ ജീവിതം, ഒരു ട്രക്കിലിങ്ങനെ കയറി ഗ്രാമങ്ങൾ തോറും പോവുക, എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുക, കിട്ടുന്നത് കഴിക്കുക, അതെനിക്ക് വലിയൊരു പരിശീലനമായിരുന്നു. എനിക്കറിയത്തില്ല എന്തിനു വേണ്ടിയാണെന്നൊന്നും. ചെറുപ്രായമാണ്, വളരെ ചെറിയ പ്രായമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പക്ഷേ അതെനിക്ക് വലിയ അനുഭവമായിരുന്നു. പല രാജ്യങ്ങളിൽ ആളുകൾ ഒന്നിച്ചുള്ള ആ ഒരു കൂട്ടായ്മ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ UP-യിൽ നിൽക്കാനായിട്ട് എല്ലാം പ്രാർത്ഥിച്ച് തീരുമാനിച്ചിരിക്കുമ്പോൾ OIM പറഞ്ഞു എന്നോട്, നീ തിരിച്ചു പോകണം. അങ്ങനെ ലോഗോസ് കപ്പൽ വന്നപ്പോൾ തന്നെ ബോംബെയിലേക്കും ഗോവയിലേക്കും മാംഗ്ലൂരിലേക്കും കൊച്ചിയിലേക്കും പറഞ്ഞയച്ചു കപ്പലിനെ പ്രവർത്തിപ്പാനായിട്ട്. അങ്ങനെ കൊച്ചിയിൽ വന്ന് അല്പസമയം നിൽക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു വഴി തുറന്നു തന്നു. അത്ഭുതകരമായിട്ട് ഒരു ചെറിയ കൂട്ടായ്മയിൽ വെച്ച് ഒരു അച്ഛൻ ആ മീറ്റിങ്ങിൽ വന്നിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ബൈബിൾ സൊസൈറ്റിയുടെ ഒരു സ്റ്റാഫായി നിയമിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോഹൻ, ഒരു വലിയ പ്രോജക്റ്റ് UBS-ലുണ്ട്, അതിനുവേണ്ടി ഞാനിപ്പോൾ നിയമിതനാണ്. കേരളത്തിലെ ഏറ്റവും വചനമില്ലാത്ത ഏരിയകളിൽ വചനം കൊടുക്കാനുള്ള പ്രോജക്റ്റാണ്. കോടിക്കണക്കിന് ഡോളർ മുടക്കിയുള്ള പ്രോഗ്രാമാണത്. അതിന് വാഹനം ഒരുക്കിയിട്ടുണ്ട്, അതിന് പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, ബൈബിളിലെ ന്യൂ ടെസ്റ്റമെൻ്റ്, ഗോസ്പൽ പോർഷൻസ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ദൈവമാണ് കൂട്ടിക്കൊണ്ട് വന്നത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്നിച്ചേരാൻ പറഞ്ഞു. അതൊരു ദൈവയോഗമായിരുന്നു. അങ്ങനെ 1976-ൽ ഞാൻ മലബാറിലേക്ക് ഒരു ദൗത്യം എടുത്ത് വരികയായിരുന്നു. ചിലരെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ ടീം വർക്ക് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് തൃശ്ശൂർ മുതൽ അങ്ങോട്ട് യാത്ര ആരംഭിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തൃശ്ശൂർ കേരളത്തിൻ്റെ മിഡിലാണ്. കേരളത്തിൻ്റെ പകുതി ഭാഗം തൃശ്ശൂർ തീരുകയാണ്. തൃശ്ശൂർ വടക്കോട്ട് നേരെ പകുതിയുണ്ട്. പിന്നെ അത്ഭുതപ്പെട്ടു പോയി. അവിടെയെങ്ങും ക്രിസ്ത്യൻസും കുറവാണ്, സഭകളില്ല. 1976-ലെ കാര്യം പറയുകയാണ്. അങ്ങനെ വർഷങ്ങൾ തോറും സഞ്ചരിച്ച് ടീം ഇങ്ങനെ വർദ്ധിപ്പിച്ച് അവസാനം 200 പേരോളമായി. വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ശക്തമായി പ്രവർത്തിച്ചു. അങ്ങനെ മലബാർ മുഴുവനും 76, 77, 78, 79, 80, 85 വർഷങ്ങളിൽ ടീം വർക്ക് ചെയ്യാനിടയായി. എൻ്റെ കണ്ണ് തുറന്നു. കേരളത്തിലെ ഏറ്റവും വിശാലമായിരിക്കുന്ന ഈ പ്രദേശത്ത് ആരും പ്രവർത്തിക്കും. ഇവിടെ വരുമ്പോൾ ഇവിടെ യാതൊരു വെളിച്ചവുമില്ല. അന്ന് ഈ ജില്ലയില്ല, അന്ന് മലപ്പുറം ജില്ലയില്ല, വയനാട് ജില്ലയില്ല, അതൊക്കെ പിന്നുണ്ടായ ജില്ലകളാണ്. വിശാലമായിരിക്കുന്ന ഈ മലബാറിൻ്റെ ഈ വയലുകളിൽ വിത്തുകൾ വിതച്ചിട്ടില്ല. ഞങ്ങൾ ഒത്തുനോക്കാൻ വന്ന് മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒത്തിരി കത്ത് വന്നു വ്യവസ്ഥയിലേക്ക്. ഞങ്ങൾ യേശുവിനെക്കുറിച്ച് കേട്ടു, ഇനി അറിയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആർക്ക് ചെയ്യാനില്ല. അങ്ങനെ 81-ൽ തീരുമാനമെടുത്തു, ഇവിടെ നിന്ന് പ്രവർത്തിക്കണം. അങ്ങനെ എൻ്റെ കൂടെ ഇവിടെ നിന്ന് സഹോദരന്മാർ ചേർന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ഇവിടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണ്.
81 നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ഒരു ചെറിയ കൂട്ടായ്മ ആരംഭിച്ചു. 82 ഞാൻ കുടുംബമായിട്ട് കടന്നു വന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അനേക സഹോദരന്മാർ കൂടിച്ചേർന്ന് വന്നു. ഞാൻ ചുരുക്കട്ടെ, കൃപയാൽ കഴിഞ്ഞ് ഈ വർഷങ്ങളൊക്കെയും ദൈവം ഞങ്ങളെ വഴി നടത്തി. അന്ന് വിതച്ച സ്ഥലങ്ങളിലൊക്കെയും ദൈവം ഫലം നൽകിക്കൊണ്ടിരുന്നു. 91 ഞാൻ നാട്ടിലെ സ്ഥലമൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് വീട് വെച്ച് ഇവിടെ താമസിച്ച പ്രവർത്തനം കുറച്ച് ശക്തിപ്പെടുത്തി. കൃപയാൽ ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കർണാടകത്തിൻ്റെ ദക്ഷിണ കന്നഡ, കുടക് ജില്ലകളിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റു പല ജില്ലകളിലും പ്രത്യേകിച്ച് ബംഗാളിൻ്റെ ചില ജില്ലകളിലുമായിട്ട് 10-47 പരം സ്ഥലങ്ങളിൽ ഇന്ന് മിഷന്മാർ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുതലും അവൻ്റെ സാന്നിധ്യവും അവൻ്റെ അനുഗ്രഹവും ശരിക്കും രുചിച്ചറിയാൻ ദൈവം സഹായിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഇപ്പോൾ ഈ വരുന്ന വർഷം ആദ്യമാകുമ്പോഴേക്കും ഏകദേശം 40 വർഷമാകുന്നു ഇവിടെ വന്നിട്ട്. ഈ ദേശത്തെ കുറിച്ച് പറയുമ്പോൾ നല്ല ആൾക്കാരാണ്, ഇവർക്കൊന്നും അറിയില്ല. ഈ ജില്ലയിൽ 13 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. വിശ്വാസികളുടെ എണ്ണം 1300 കാണുമായിരിക്കാം മാക്സിമം. അങ്ങനെയെങ്കിൽ ശതമാനം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.001 അത്ര ദൈവമക്കൾ. പക്ഷേ അല്ലാത്ത ആൾക്കാരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അവരൊക്കെ കുടിയേറി പാർത്ത നാമധേയ ക്രൈസ്തവരാണ്. അവർക്ക് പള്ളികളും പള്ളിക്കൂടങ്ങളും കോളേജുകളും ഉണ്ടെങ്കിൽ തന്നെ യഥാർത്ഥമായി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവർ 2000 പോലും ഇല്ലെന്നുള്ള സത്യമാണ്. ഇന്നും അനേക പഞ്ചായത്തുകൾ, 17 പരം പഞ്ചായത്തുകളിൽ ക്രൈസ്തവ സാന്നിധ്യമില്ല, ദൈവസഭകളില്ല, ദൈവമക്കളില്ല. ഇന്നൊരു ചലഞ്ചാണ്. പക്ഷേ തളരുന്നില്ല, പതറുന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു ദിവസം കൊണ്ട് ജാതി പിറക്കുമോ എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് സംശയമില്ല. അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ ഞങ്ങളുടെ പിന്നിൽ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തൊന്നും അറിയിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൃപയുണ്ടായിരുന്നു. ദൈവത്തിന് വിശ്വസ്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു വചനഭാഗം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു സന്ദേശമായിട്ട് ഞാൻ നൽകട്ടെ. 126 സങ്കീർത്തനമാണത്. ഇത് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 126 സങ്കീർത്തനം ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. അതിൻ്റെ ആദ്യ 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. 3-ാം വാക്യം കൂടി, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. പ്രവാസത്തിൽ പോയ ദൈവമക്കൾ 7 വർഷക്കാലം അവിടെ നിലവിളിക്കുകയായിരുന്നു. അവരുടെ കിന്നരങ്ങളെ അവർ അലക്ഷ്യ തൂക്കിയിട്ടുകൊണ്ട് കരയുകയായിരുന്നു. യെരൂശലേമിനെ മറന്നു കളയുന്നെങ്കിൽ ഞങ്ങളുടെ വലങ്കയെ മറക്കട്ടെ എന്നവർ കരയുമായിരുന്നു. അവർ വളരെ വേദനപ്പെട്ട് ആരാധനയില്ല, ആലയമില്ല, പുരോഹിതന്മാരില്ല, ദൈവസാന്നിധ്യമില്ല. ജാതീയ ദേശത്ത് അവർ നിലവിളിച്ചു. ദൈവം തക്ക സമയത്ത് 70-ാമത്തെ വർഷത്തിൽ അവരെ മടക്കി അയച്ചു. അവർ മടങ്ങി വന്ന അനുഭവം പറയുകയാണ്. ഞങ്ങൾ മടങ്ങി വന്നപ്പോൾ സീയോന്റെ പ്രവാസികളെ യഹോവ മടക്കി വരുത്തിയപ്പോൾ, ഞങ്ങൾ വന്നതല്ല, യഹോവ ഞങ്ങളെ മടക്കി വരുത്തിയതാണ്. ഞങ്ങൾ സ്വപ്നം കാണുന്നതിനെ പോലെയായിരുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അപ്പം ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ അനുഭവം ഒരു സ്വപ്നം പോലെയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എങ്ങനെയുള്ളതായിരുന്നു ഒരു കാലത്ത്. പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരായി പിശാചിൻ്റെ അടിമകളായിട്ട് നമ്മൾ നിത്യനാശത്തിൽ പോകുന്നവരായിരുന്നു. പ്രതീക്ഷയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഭാവിയുമില്ലായിരുന്നു. അത്ഭുതകരമായി ദൈവം നമ്മളെ മടക്കി വരുത്തി. നാം ദൈവത്തിൻ്റെ കൃപയിലേക്ക് മടങ്ങി വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം പോലെയായിരുന്നു. ഇല്ല, ക്രിസ്തുവിലാകുക എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ അനുഭവമാണ്. ഞങ്ങളുടെ വായിൽ ആർപ്പും ചിരിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ ആർപ്പും ഉണ്ടായിരുന്നു. കാരണം യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ നിങ്ങൾ സന്തോഷിക്കുന്നു. രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ അത്ഭുതകരമായ സന്തോഷമാണ്. ലോകം തരാത്തതാണ്, ലോകം എടുക്കാത്തതാണ്. അത് അഭവമായിരിക്കുന്ന സന്തോഷമാണ്. അതുകൊണ്ട് വായിൽ ചിരിയും നാവിൽ ആർപ്പമായിട്ട് കണ്ണുനീരും മുറവിളിയും മാറി അവർ കിന്നരങ്ങളെടുത്ത് വാദ്യഘോഷങ്ങളോടെ ആരാധിക്കുകയാണ്. അതിൻ്റെ ഒറ്റ കാരണം യഹോവ ഞങ്ങളിൽ വൻകാര്യം ചെയ്തിരിക്കുന്നു. ഹി ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്സ്. ഞങ്ങൾ അത് പറയുമ്പോൾ തന്നെ ജാതികളും പറയുന്നു, ഇവർ വലിയ കാര്യം ഇവർക്ക് ദൈവം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു രോഗിയായിരുന്നു, ഇദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു, ഈ കുടുംബം തകർന്നതായിരുന്നു. എന്തൊരു മാറ്റം, എന്തൊരു സന്തോഷം, എന്തൊരു അനുഗ്രഹം. അത് നിശ്ചയമായിട്ടും ദൈവത്തിൽ വരുന്നതൊരു ഭാഗ്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ കേരളക്കരയിലെ ചർച്ചിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. വളരെ പുരാതനമായ രീതി മാറി. ഇന്ന് വർഷിപ്പ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പണ്ടത്തോളം ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ലായിരുന്നു. ഇന്ന് വളരെ നല്ല നിലയിൽ ചെറുപ്പക്കാരും യുവക്കന്മാരും ഒക്കെ ചേർന്ന് ഒരു പകുതി സമയം തന്നെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ചിരിയോടെ, ആർപ്പോടെ, സന്തോഷത്തോടെ യഹോവയുടെ വൻകാരനെ വർണ്ണിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം സ്തുതിയിന്മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നുണ്ട്, സ്തുതിയിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ശത്രുവിനെയും പകരം ഉണ്ടാക്കുന്നതാണ്, അത് കോട്ടകളെ തകർക്കുന്നതാണ്.
അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിലേക്ക് അവർ വന്നിരിക്കുകയാണ്. എന്നല്ല, അതിന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാര്യം മാറുന്നുണ്ട്. 4-ാം വാക്യം വായിക്കട്ടെ. യഹോവേ, തെക്കേ നാട്ടിലെ തൊഴിലെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ദാറ്റ് വർഷിപ്പ് വാസ് ടേൺഡ് ഇൻടു ആൻ ഇന്റർസെസറി പ്രയർ. ആരാധിച്ച് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ദുഃഖം പെട്ടെന്ന് വാദ്യം നിർത്തിവെച്ചു, കരയാൻ തുടങ്ങി. എന്താ കാരണം? അയ്യോ, ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടില്ല, ഞങ്ങളുടെ കൂടെ ഇവിടെ നിർത്തിയപ്പോൾ അവിടെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങളിവിടെ വന്നെങ്കിലും, ഞങ്ങളെ യഹോവ മടക്കി വരുത്തിയെങ്കിലും ഇന്നും സന്തോഷിക്കാൻ കഴിയാതെ, ആർപ്പിടാൻ കഴിയാതെ ഇന്നും അനേകം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെ കിടപ്പുണ്ട്. ആ ബന്ധനത്തിൽ അത് അവിടെ ഞങ്ങളുടെ പ്രവാസികളാണ്. യഹോവേ, നീ അവരെ ഒന്ന് മടക്കി വരുത്തണമേ. ആ സ്തുതി സ്തോത്രവും നിർത്തിവെച്ചിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സെക്കൻഡ് സ്റ്റേജാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പിനെ തുടർന്ന് അവരുടെ ആരാധനയെ അവർ പ്രാർത്ഥനയായിട്ട് മാറ്റുകയാണ്. നിലവിളിക്കാൻ തുടങ്ങി, കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ഇപ്പം സമയമില്ല, ഇവിടെ എത്ര പേർ നശിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും. അവർ നശിച്ചു കിടക്കുകയാണ്, അതുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇന്റർസെസറി പ്രയർ ആരംഭിച്ചു. അവർ നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ, ഞങ്ങളുടെ പ്രവാസികളെ, അവർ ഞങ്ങളുടെ ആൾക്കാരാണ്, ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. വി ആർ ദി എക്സൈൽസ് ഓഫ് ഗോഡ്, യു ഹാവ് ബ്രോട്ട് us back, ബട്ട് ദേ ആർ അവർ എക്സൈൽസ്. ഞങ്ങളുടെയാണ് അവരെ. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ബ്രിങ് ദം ബാക്ക്. ഞങ്ങൾക്ക് കർത്താവ് ചെയ്ത കാര്യം ഇനി കർത്താവല്ലേ ഞങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദേ സ്റ്റാർട്ട് പ്രേയിങ് ആൻഡ് ക്രൈയിങ് ആൻഡ് വീപ്പിങ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഒരു പ്രയറാണ്. എൻ്റെ ഒരു ആഗ്രഹം, എല്ലാ സഭകളിലും പ്രാർത്ഥന ചെയ്യട്ടെ. ഇന്ത്യയുടെ 139 കോടി ജനങ്ങൾ നശിക്കുമ്പോൾ കേരളത്തിലെ ദൈവമക്കൾ ഇനി കരഞ്ഞേ പറ്റൂ. നിരന്തരം കരയണം. നമുക്കെല്ലാം അനുഗ്രഹം വന്നിട്ടുണ്ട്. നമ്മൾ കരയണം. കർത്താവ്, എത്രയോ ജനകോടികൾ ഞങ്ങളിപ്പോൾ കരയുകയാണ്. ഞങ്ങളിപ്പോൾ 24 hour പ്രയർ ഉണ്ട്. എന്നറിയാം പ്രാർത്ഥന. ദൈവമേ, ഈ ജില്ലയിൽ 0.001 ദൈവമക്കളുള്ളൂ. അവർ യേശുവിനെ അറിയണം. ഒത്തിരി പോച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ, എങ്കിലും അവർ ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരണം. പ്രാർത്ഥന മാത്രം മതിയോ? ഇന്നിപ്പോൾ ഒത്തിരി പ്രാർത്ഥന നടക്കുന്നുണ്ട്. ദിസ് എ സീസൺ ഓഫ് പ്രയർ. ബട്ട് വാട്ട് ഇസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? 5-ാം വാക്യം നോക്കുക. കടന്നോട് വിതയ്ക്കുന്നവർ, വി നീഡ് ടു ഹാവ് സം പ്രോഗ്രാം, സം കോൺക്രീറ്റ് ഐഡിയ ഓഫ് ഹൗ ടു സോ ദ സീഡ്. മിഷൻ ആരംഭിക്കണം. അപ്പോൾ വർഷിപ്പ് ആൻഡ് പ്രൈസ് ഒരു സൈഡിൽ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രേയർ ആൻഡ് ഇൻ്റർസെഷൻ. ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ മിഷണറി വർക്ക്സ്. നോക്കുക, ഇനിയിപ്പോൾ ചെയ്യേണ്ടത് കരയുക മാത്രമല്ല, അവർ വിതയ്ക്കാൻ തയ്യാറാകണം. എങ്ങനെ വിതയ്ക്കണം? കണ്ണുനീരോടെ വിതയ്ക്കണം. പ്രാർത്ഥനയിലിരുന്ന് കണ്ണുനീരുകൊണ്ട് കുതിർത്ത് അവർ വിതയ്ക്കണം. അങ്ങനെ വിതച്ചാൽ വീണ്ടും ഒരു ആർപ്പുണ്ടാകും. അത് ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ സന്തോഷമല്ല. ബിക്കോസ് ഓഫ് ദ ഷീപ്സ് വി ആർ ഗോയിങ് ടു ബ്രിങ് ടു ദി ടെമ്പിൾ ഓഫ് ദ ലോർഡ്. ഞങ്ങളെ കൊണ്ടുവന്ന സന്തോഷം അത് നല്ലത് തന്നെ. ഇപ്പോൾ ഞങ്ങളുടെ ഡബിളായി. ഞങ്ങളെ വിടുവിച്ച കർത്താവ് അവരെയും കൊണ്ടുവന്നിരിക്കുന്നു. ആർപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നത് കൊയ്ത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരു കൊയ്ത്തിന് സമയമാണ് ഇപ്പോൾ. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദിസ് എ സീസൺ ഓഫ് ഹാർവെസ്റ്റ്. അനേകർ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, UP-യിൽ 74-75 അന്ന് വിത്ത് വിതച്ചെങ്കിൽ ഇന്ന് അവിടെ വലിയ മാറ്റം വരുന്നു. ഞാൻ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ മുമ്പ് ലക്നൗവിൽ പോയ സമയത്ത് അവിടെ UP മിഷൻ്റെ മിഷണന്മാരെ കണ്ടു. ലക്ഷങ്ങൾ ആൾക്കാർ വിശ്വാസം വന്നുകൊണ്ടിരിക്കുന്നത്. 10,000 ഭവനസഭകളുണ്ട്. ലോക്കൽ ആളുകളാണ്. അവിടെ പേരൊന്നും മാറിയിട്ടില്ല, മതം മാറിയിട്ടില്ല. എല്ലാ ഗ്രാമങ്ങളിലും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ നമുക്കറിയാം, ബീഹാർ കൊയ്ത്തിന് സമയമാണ്. ഇപ്പോൾ ബംഗാളിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടത്തിയപ്പോഴും ആളിങ്ങനെ ഓടി വരികയാണ്. എല്ലാവർക്കും നമുക്കറിയാം ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് എ സീസൺ ഓഫ് ഹാർവെസ്റ്റ്. പക്ഷേ നമ്മൾ വിതയ്ക്കാൻ പോകണം, പിന്നെയും പോകണം. കണ്ണുനീരോടെ വിതയ്ക്കണം. നമ്മുടെ മറ്റെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണുനീരോടെ വിതയ്ക്കണം. വിത്ത് കുതിർത്ത് നമ്മൾ വിതയ്ക്കണം, എങ്കിലേ അത് ഫലം കായ്ക്കണം. ഞങ്ങൾക്ക് പണ്ട് കൃഷി ഉണ്ടായിരുന്നു. നല്ല വിത്ത് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് അത് ചെറുതായിട്ട് മുളച്ച് വരുമ്പോഴാണ് വിതയ്ക്കുന്നത്. അല്ലെങ്കിൽ അത് വിതയ്ച്ചാൽ ഒന്നും ഉണ്ടാകില്ല. കണ്ണുനീരിൽ കുതിർന്ന വിത്തുകൾ വിതയ്ക്കണം. അതിന് വീണ്ടും ഒരു എഫർട്ട് ഉണ്ട്, അതിനൊരു സാക്രിഫൈസ് ഉണ്ട്, അതിനൊരു ലേബർ ഉണ്ട്. വിത്ത് ചുമക്കണം. വി നീഡ് ടു ക്യാരി ദ സീഡ്. ഇന്നത്തെ വലിയ പ്രശ്നം, നോബഡി ഈസ് വില്ലിംഗ് ടു ടേക്ക് ദ പെയിൻ. ഈ ദൗത്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണുനീർ വിത്തുകൾ ചുമക്കണം. വി നീഡ് ടു ക്യാരി ഇറ്റ് ഓൺ ദ ഷോൾഡേഴ്സ്. നമ്മളെ തോല് വഹിക്കണം. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ അവരുടെ പെട്ടകം തോല് വഹിക്കണമായിരുന്നു. വണ്ടി അനുവദിച്ചിട്ടില്ല. വണ്ടി കൊണ്ട് വേണമെങ്കിൽ ഈ പെട്ടകത്തിൻ്റെ കൂടെ ഉള്ള സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം. തിരശീലകളോ കമ്പുകളോ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ പെട്ടകം തോല് വഹിക്കണം. ആത്മഭാരത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ ഇത് ചുമക്കാൻ തയ്യാറായാൽ വിത്ത് ചുമന്നും കരഞ്ഞുകൊണ്ട് നടക്കുന്നു, വിതച്ചുകൊണ്ട് നടക്കുന്നു. വിത്ത് ചുമക്കുന്നു, കരയുന്നു, വിതയ്ക്കുന്നു. എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട്, കറ്റ ചുമന്ന ആർപ്പാട് വരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഈ കാസർഗോഡും കണ്ണൂരിലും കർണാടകത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഒരു കൊയ്ത്ത് സമയമാണ്. നിശ്ചയമായിട്ട് നമുക്ക് ആ ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ബി ഓർത്ത് സ്തുതിക്കുന്നു, എക്സസ് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലോട് നിങ്ങൾ സഞ്ചരിക്കുന്ന, ഇന്ത്യക്ക് പുറത്തും പോകുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ എഫേർട്സും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ദൈവം വൽക്കരിച്ച് ചെയ്യാൻ പോകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ്. പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ സംസാരിച്ച ദൈവവചനത്തിനായി നമുക്ക് നന്ദി പറയാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും.
പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ കേരളത്തിനു വേണ്ടി, കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി, ഭാരതത്തിനു വേണ്ടി വിതച്ച് അത്ഭുതങ്ങൾ കൊയ്ത ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ നമ്മളോട് സംസാരിച്ച വചനം പ്രാർത്ഥനയിൽ നമ്മുടെ കേരളത്തിനു വേണ്ടി, ഭാരതത്തിനു വേണ്ടി വിതയ്ക്കുവാൻ തക്കവണ്ണം ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സന്നിധിയിലേക്ക് എത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഭാരതത്തിനു വേണ്ടി വിതയ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസം വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും നമുക്ക് മോർണിംഗ് പ്രയറിനായി ഒരുമിച്ച് വരാം. God bless you.